നമസ്കാരം. ഞാൻ ഡോക്ടർ സിതാര സതീശൻ, ആയുർബദാനി ആയുർവേദ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എൻഡോമെട്രിയോസിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഈ അടുത്ത കാലത്തായി സ്ത്രീരോഗം OPDകളിൽ എൻഡോമെട്രിയോസിസ് എന്ന രോഗവുമായി അല്ലെങ്കിൽ ആ ഒരു രോഗാവസ്ഥയുമായി വരുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. എന്താണ് എൻഡോമെട്രിയോസിസ്? എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ? എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ? ആരിലെല്ലാമാണ് എൻഡോമെട്രിയോസിസ് കൂടുതലായി കാണാറുള്ളത്? ആയുർവേദ ചികിത്സയ്ക്ക് എന്തെല്ലാമാണ് എൻഡോമെട്രിയോസിസിലുള്ള സാധ്യതകൾ? ഈ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു സ്ത്രീയിൽ ഗർഭാശയത്തിന് പ്രധാനമായും 3 ലെയറുകളാണുള്ളത്. ഏറ്റവും പുറമേയുള്ള ലെയറിനെ പെരിമെട്രിയം എന്നും, ഗർഭാശയത്തിന്റെ നടുവിലത്തെ ലെയറിനെ മയോമെട്രിയം എന്നും, ഏറ്റവും ഉള്ളിലുള്ള ലെയറിനെ എൻഡോമെട്രിയം എന്നുമാണ് സാധാരണയായി പറയുന്നത്. എൻഡോമെട്രിയോസിസ് എന്ന ഈ രോഗാവസ്ഥയിൽ ഗർഭാശയത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയറായ എൻഡോമെട്രിയൽ ടിഷ്യൂ അഥവാ എൻഡോമെട്രിയൽ കോശം ഗർഭാശയത്തിനോട് അടുത്തു നിൽക്കുന്ന മറ്റു ചില ശരീരഭാഗങ്ങളിലോ വിദൂരമായ ചില ശരീരഭാഗങ്ങളിലേക്കോ എത്തിപ്പെടുകയും അവിടെ തന്നെ നിന്ന് വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. പല കാരണങ്ങൾ കൊണ്ടും എൻഡോമെട്രിയോസിസ് ഉണ്ടാവാം. ജനിതകമായ കാരണങ്ങൾ കൊണ്ടും, ഒരു വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റി അഥവാ വ്യാധിക്ഷമത്വം കുറയുന്നത് കൊണ്ടും, മാസമുറ സമയത്തുണ്ടാവുന്ന അമിതമായിട്ടുള്ള എക്സേഷനോ എക്സസൈസുകളോ കൊണ്ടുണ്ടാവുന്ന റെട്രോഗ്രേഡ് മെൻസ്ട്രൽ ഫ്ലോ തുടങ്ങിയ അവസ്ഥകൾ കൊണ്ടും എൻഡോമെട്രിയോസിസ് ഉണ്ടാവാം. മാസമുറ സമയത്തുണ്ടാവുന്ന ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകളാണ് പലപ്പോഴും എൻഡോമെട്രിയൽ ടിഷ്യൂ മറ്റു ചില സ്ഥലങ്ങളിൽ നിന്ന് വർദ്ധിക്കുവാൻ കാരണമാവുന്നത്. ഇങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വർദ്ധിക്കുന്ന എൻഡോമെട്രിയൽ ടിഷ്യൂവിനെ എക്ടോപിക് എൻഡോമെട്രിയം എന്നാണ് പറയുന്നത്. ഈ ഒരു എക്ടോപിക് എൻഡോമെട്രിയത്തിന്റെ വളർച്ചയുടെ തീവ്രത അനുസരിച്ചിട്ടും ലക്ഷണങ്ങളെ ബേസ് ചെയ്തിട്ടും ഇതിനെ പല സ്റ്റേജുകളായി പറയാറുണ്ട്. സ്റ്റേജ് 1 എൻഡോമെട്രിയോസിസ്, സ്റ്റേജ് 2 എൻഡോമെട്രിയോസിസ്, അങ്ങനെ തുടങ്ങി 4 സ്റ്റേജുകളാണ് പ്രധാനമായും എൻഡോമെട്രിയോസിസിന് പറയാറുള്ളത്. ഇങ്ങനെയുള്ള ഈ എക്ടോപിക് എൻഡോമെട്രിയം സാധാരണയായി ഫെലോപ്പിയൻ ട്യൂബുകളിൽ, ഓവറികളിൽ, യൂട്രസിനോട് ചേർന്ന് നിൽക്കുന്ന ലിഗമെന്റുകളിൽ, യൂറിനറി ബ്ലാഡറിന്റെയും മലാശയത്തിന്റെയും ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ ഭാഗങ്ങളിൽ, മൂക്കിന്റെ ഭാഗങ്ങളിൽ വരെ പോലും ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ വളരാറുണ്ട്. ഗർഭം ധരിക്കാത്ത സ്ത്രീകളിലും ഗർഭം വൈകുന്ന സ്ത്രീകളിലും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ലാപ്രോസ്കോപ്പി പോലെയുള്ള ഇൻവെസ്റ്റിഗേഷനുകൾ വേണ്ടിവരുന്ന സ്ത്രീകളിലുമാണ് സാധാരണയായി എൻഡോമെട്രിയോസിസ് എന്ന രോഗാവസ്ഥ കൂടുതലായി കാണാറുള്ളത്. ഇനി എൻഡോമെട്രിയോസിസുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 20% സ്ത്രീകളിലും എൻഡോമെട്രിയോസിസ് എന്ന ഈ രോഗാവസ്ഥ കണ്ടുപിടിക്കുന്നത് ഇൻഫെർട്ടിലിറ്റി തുടങ്ങിയ രോഗങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനുകളുടെ ഭാഗമായിട്ടാണ്. എന്നാൽ 70% സ്ത്രീകളിലും എൻഡോമെട്രിയോസിസിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പീരീഡ്സിന്റെ സമയത്തുണ്ടാവുന്ന അമിതമായിട്ടുള്ള വയറുവേദനയാണ്. ഇത് പീരീഡ്സിന്റെ സമയത്ത് മാത്രമാവില്ല, പീരീഡ്സ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തൊട്ടേ തുടങ്ങി പീരീഡ്സിന്റെ സമയത്തും അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം അല്ലെങ്കിൽ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വയറുവേദന, കാലുകടച്ചിൽ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളും എൻഡോമെട്രിയോസിസിൽ കാണാറുണ്ട്. ഇൻഫെർട്ടിലിറ്റി ഉള്ള സ്ത്രീകളിൽ 60% പേരിലും എൻഡോമെട്രിയോസിസ് ഒരു കാരണമാവാറുണ്ട്. ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസിക്ക് പ്രധാനമായും വേണ്ട ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ, ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥകളെയും എൻഡോമെട്രിയോസിസ് എന്ന രോഗാവസ്ഥ തകരാറിലാക്കാറുണ്ട്. അതുമൂലം തന്നെ ഇങ്ങനെയുള്ള സ്ത്രീകളിൽ മിസ്കാരേജ് പോലെയുള്ളത് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എൻഡോമെട്രിയോസിസിന്റെ മറ്റൊരു ലക്ഷണം ക്രോണിക് ആയിട്ടുള്ള പെൽവിക് പെയിൻ ആണ്. അതായത് സ്ഥിരമായി നിൽക്കുന്ന നടുവേദന, വയറുവേദന തുടങ്ങിയ അവസ്ഥകൾ. ചില സ്ത്രീകളിൽ ഉണ്ടാവുന്ന പീരീഡ്സിന് തൊട്ട് മുൻപുണ്ടാവുന്ന പ്രീമെൻസ്ട്രൽ സ്പോട്ടിങ്ങും പീരീഡ്സുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന അമിതമായ രക്തസ്രാവവും ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവവും പലപ്പോഴും ഓവറിയിലുള്ള എൻഡോമെട്രിയോസിസ് മൂലമാണ് ഉണ്ടാവാറുള്ളത്. ഓവറിയിൽ ഇങ്ങനെ ഉണ്ടാവുന്ന എൻഡോമെട്രിയോസിസിനെ ഒവേറിയൻ ഹെമറേജിക് സിസ്റ്റ് അഥവാ ചോക്ലേറ്റ് സിസ്റ്റ് എന്നീ പേരുകളിലാണ് പറയാറുള്ളത്. എക്ടോപിക് ആയിട്ടുള്ള ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ ഏത് ശരീരഭാഗത്തിലാണോ അല്ലെങ്കിൽ ഏത് ശരീരഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ലക്ഷണങ്ങളും സ്ത്രീകളിൽ കാണാറുണ്ട്. ഉദാഹരണമായി രക്തത്തിന്റെ ഭാഗത്തോ ബ്ലാഡറിന്റെ ഭാഗത്തോ നിൽക്കുന്ന എൻഡോമെട്രിയൽ ടിഷ്യൂ പലപ്പോഴും മലമൂത്ര വിസർജനങ്ങളിൽ അമിതമായിട്ടുള്ള വേദനകൾ ഉണ്ടാക്കി കാണാറുണ്ട്. എൻഡോമെട്രിയോസിസ് എന്ന രോഗാവസ്ഥയെ നിർണ്ണയിക്കുന്നതിനും അതിന്റെ തീവ്രതയെ മനസ്സിലാക്കുന്നതിനും സാധാരണയായി USG, CT, MRI, ലാപ്രോസ്കോപ്പി തുടങ്ങിയ ഇൻവെസ്റ്റിഗേഷനുകളാണ് നമ്മൾ പ്രയോജനപ്പെടുത്താറുള്ളത്. വളരെ കൃത്യതയോടുകൂടിയുള്ള ചികിത്സാ രീതികളാണ് ആയുർവേദത്തിൽ എൻഡോമെട്രിയോസിസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ളത്. പലപ്പോഴും ഒരു മാസത്തെ ശമന ചികിത്സകൾ കൊണ്ട് തന്നെ എൻഡോമെട്രിയോസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളെയും കൺട്രോൾ ചെയ്യാൻ ആയുർവേദ ചികിത്സകൾക്ക് സാധിക്കാറുണ്ട്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ത്രിദോഷങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ആയുർവേദ ചികിത്സകൾ നിശ്ചയിക്കുന്നത്.
എൻഡോമെട്രിയോസിന്റെ തുടക്കം കാലയളവിൽ പലപ്പോഴും വാദശമനങ്ങളായിട്ടുള്ള ചികിത്സകൾ മാത്രം മതിയാവും. എന്നാൽ തീവ്രമായിട്ടുള്ള എൻഡോമെട്രിയോസിസിലും അധികകാലം നീണ്ടു നിൽക്കുന്ന എൻഡോമെട്രിയോസിസിലും ശോധന ചികിത്സകളും ആവശ്യമായി വരാറുണ്ട്. പഞ്ചകർമ്മ ചികിത്സകൾ, കഷായവസ്തി, സ്നേഹവസ്തി, ഉത്തരവസ്തി പോലെയുള്ള ചികിത്സകൾ വളരെ ഫലപ്രദമായിട്ടുള്ള റിസൾട്ടുകളാണ് എൻഡോമെട്രിയോസിസ് മാനേജ്മെന്റിൽ നൽകാറുള്ളത്. ഇതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ ഇന്ന് പല മാധ്യമങ്ങളിലും അവൈലബിൾ ആണ്. മെൻസ്ട്രൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുക, പീരീഡ്സിന്റെ സമയത്തുണ്ടാവുന്ന വയറുവേദന, കാലുകടച്ചിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലക്ഷണങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുക, ഇൻഫെർട്ടിലിറ്റി ഉള്ള പേഷ്യൻസിൽ ഫെർട്ടിലിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സകൾ ആവിഷ്കരണം ചെയ്യുക തുടങ്ങിയവയാണ് എൻഡോമെട്രിയോസിസിന്റെ മാനേജ്മെന്റിൽ ആയുർവേദ ശാസ്ത്രം ലക്ഷ്യമിടുന്നത്. ഡയറ്റ് മോഡിഫിക്കേഷൻ, സ്ട്രെസ് മാനേജ്മെന്റ്, മുകളിൽ പറഞ്ഞ പോലെയുള്ള ശമന ശോധന ചികിത്സകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സമഗ്രമായ ചികിത്സാ രീതിയാണ് ആയുർവേദം എൻഡോമെട്രിയോസിനെ മറികടക്കുവാനായി സ്വീകരിച്ചിട്ടുള്ളത്. ആയുർവേദാനിയ ആയുർവേദ ഹോസ്പിറ്റലിൽ എല്ലാ ശനിയാഴ്ചകളിലും 2 മണി മുതൽ 4 മണി വരെ എൻഡോമെട്രിയോസിസ് എന്ന ഈ രോഗാവസ്ഥയെ മറികടക്കുവാനായി ഒരു സ്പെഷ്യാലിറ്റി OP പ്രവർത്തിക്കുന്നുണ്ട്. ഈ OPയുടെ പ്രയോജനം എല്ലാവരും പ്രയോജനപ്പെടുത്തുക.